ഒരു 2 വർഷത്തിന് മുമ്പിൽ കുമ്പക്കൽകാർ ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വന്ന ഇതായിരുന്നു ഞാൻ പില്ലർ വെച്ച സമയത്ത്. അപ്പോഴേ എനിക്ക് 1 വർഷം ആയതേ ഉള്ളൂ. ഞാൻ 55 തൂണിലാണെന്ന് വെച്ചത്. ഇപ്പോഴും ഞാൻ പുതിയതായിട്ട് ഒരു 110 തൂണ് കൂടെ വെച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം തെങ്ങാണ് കംപ്ലീറ്റ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ തെങ്ങിൽ എനിക്ക് നിറയെ അപാകതയും നിറയെ പ്രശ്നങ്ങളും വന്ന കാരണം ഞാൻ കുരുമുളകേക്ക് മാറിയാണ്. പക്ഷേ ഞാൻ പല ഇനങ്ങളും നോക്കിയപ്പോഴേ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് തോന്നിയത് കുമ്പക്കൽ മാത്രമാണ്. അപ്പോൾ ഞാൻ കുമ്പക്കൽ വെച്ചതിന് ശേഷം എനിക്ക് ഇതുവരെയും ഒരു അസുഖമോ ഒന്നോ ഒരു പ്രശ്നവും കുരുമുളകിന് കിട്ടിയിട്ടില്ല. നല്ല ഈൽഡും കിട്ടി. ഇപ്പം നല്ല വിലയും ഉണ്ട്. ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇന്നും 1-2 ഇടത്ത് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങി ഇട്ടിരിക്കുകയാണ്. അവിടെയും ഞാൻ ഇതേമാതിരി പില്ലർ വെച്ചിട്ട് കുമ്പക്കൽ കുരുമുളക് തന്നെ നടാൻ പോവുകയാണ്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ മണ്ണെന്ന് പറഞ്ഞാൽ കുറച്ച് ചരൽ മണ്ണാണ് കൂടുതൽ. ചെമ്മണ്ണ് വളരെ കുറവാണ്. ഞാനും ഈ ചരൽ മണ്ണിൽ കുരുമുളക് പിടിക്കില്ല എന്നാണ് ഞാൻ വളരെ ഇത് ചെയ്തത്. ഞാൻ കുറച്ച് അപ്പുറത്ത് പന്നിയൂരൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പുറത്തെ കുറച്ച് മരങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിന് വലിയ ഈൽഡില്ല. ഈ വർഷം കുറച്ച് കായ്ക്കുകയാണെങ്കിൽ അടുത്ത വർഷം കായ്ക്കുന്നില്ല. മണ്ണിൽ കുരുമുളക് വരില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ മണ്ണിന് വളരെ ഇപ്പം അനുയോജ്യമായിട്ടുള്ള കുരുമുളകാണ് കുമ്പക്കൽ. ഈ വേനൽക്കാലം ഞാൻ ഇവിടെ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു. അത് എന്തിനു കൊടുത്തെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ടു മെയ് വരയ്ക്കും ഈ സൈഡിൽ കൊടുക്കുന്നു. കാരണം അത് കിഴക്കനും മേற்கு സൈഡ് വരുന്നുണ്ട്. 2 സൈഡും വെയിൽ അടിക്കുന്നുണ്ട്, വേനൽ അടിക്കുന്നുണ്ട്. ഞാൻ ഷെയ്ഡ് കൊടുത്തിരിക്കുകയാണ് കംപ്ലീറ്റ് 2 സൈഡും. ഷെയ്ഡ് കൊടുത്ത് ഈ 3 മാസം കഴിഞ്ഞാണ് ഞാൻ ഈ ഷെയ്ഡിനെ മാറ്റി അതിന് ശേഷം കംപ്ലീറ്റ് കാലവർഷം വരുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വേനൽ സമയത്താണ് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ഷെയ്ഡൊക്കെ വാങ്ങിച്ച് ഇട്ട് കൊടുക്കുന്നത്. കാരണം കുറച്ച് തണലിൻ്റെ ആവശ്യമുണ്ട്. തീരെ വെയിലാണെങ്കിൽ ചിലപ്പോൾ വാടിപ്പോവും. അത് വാടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഷെയ്ഡൊക്കെ ഇട്ട് കൊടുക്കുന്നത്. തൂണിലൊക്കെ നമുക്ക് മേലെ ഇരിക്കുന്ന കുരുമുളകൊക്കെ നമ്മൾ ഏണി കൊണ്ടാണ് ഏറി പറിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ കൊടുത്തതുകൊണ്ട് നല്ല കുരുമുളകിന് നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. നോക്കാതെ ഇരിക്കരുത്, എപ്പോഴും നോക്കണം. നമ്മളെ ശ്രദ്ധ അതിലിരിക്കണം. ഈ 3 വർഷം കൊണ്ട് ഞാൻ ആ പില്ലർ വെച്ചത് ബാക്കി വെച്ച കാര്യങ്ങൾക്കെല്ലാം എനിക്കുള്ള പൈസകൾ എനിക്ക് കിട്ടി. ഇനി കിട്ടുന്നതെല്ലാം എനിക്ക് ഇതിനുള്ള ലാഭമാണ് കിട്ടാൻ പോകുന്നത്. ഞാൻ 1 ഏക്കർ അപ്പുറത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. അവിടെയും ഞാൻ കംപ്ലീറ്റ് പില്ലർ ഇട്ട് കുമ്പക്കൽ കുരുമുളക് വയ്ക്കാൻ പോവുകയാണ്. വേറെ ഒരു കുരുമുളകിലേക്ക് തിരിയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇട്ട 110 പില്ലറും 17 അടിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വേനൽ കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് തൈ വാങ്ങിച്ചിടുകയാണ്. അടുത്ത വർഷം എനിക്ക് ഇതിൽ നല്ല ഈൽഡ് കിട്ടും, നല്ല വിശ്വാസമുണ്ട്. ഞാൻ ഒരു തൂണിൽ രണ്ട് തൈയാണ് വയ്ക്കാൻ പോകുന്നത്, 2 സൈഡിൽ വയ്ക്കും. അപ്പോൾ 2 സൈഡിലും മുകളിൽ വരയ്ക്കാണ് കെട്ടി കൊടുക്കുന്നത്. മുകളിൽ പിന്നെ വേറെ ഞാൻ ചാക്കയൊക്കെ ഒന്നും വെച്ച് കെട്ടി കൊടുക്കില്ല. മുകളിൽ വരയ്ക്കും പോയതിനു ശേഷം അവിടെ ഒരു 2 കമ്പി ഫിറ്റ് ചെയ്ത് കൊടുക്കും. അവൻ കമ്പി കൂടെ കയറി കിടന്നോളും. കുമ്പക്കലിനെ അപേക്ഷിച്ച് സാധാരണ കുരുമുളക് പോലെയല്ല. പുറത്ത് കാണുമ്പോൾ നമുക്ക് ഇല കാണും, പക്ഷേ ഉള്ളിൽ തൂക്കി നോക്കിയാൽ ഫുള്ളായി ഇത് വരുന്നുണ്ട്. വേറെ ഇത് വരുന്നുണ്ട്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. കണ്ടാ ഇത്ര വലിയ താര് വന്നിരിക്കുകയാണ് കുമ്പക്കല്ല്. ഇത് മാത്രമല്ല, ഞാൻ ഇനിയൊന്നുകൂടെ കാണിച്ചു തരാം. ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ്. കണ്ട ഇതിൻ്റെ അകത്തിന് വന്നിരിക്കുകയാണ്. ഇത്ര വലിയ മണിപ്പിടുത്തമുണ്ട് ഇതിനെ. കണ്ട മണിയും കണ്ടപ്പോഴും നല്ല വളരെ മുഴുപ്പിച്ച മണിയാണ്. ഇത് ഒന്ന് മാത്രമല്ല, ഇഷ്ടംപോലെ ഈ സൈഡിലൊക്കെ ഉണ്ട്. കണ്ട ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഇവിടെ എല്ലാം ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ നീളം നമുക്ക് മനസ്സിലാവും. ഇത് ചുറ്റിലും കാഴ്ച കിടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പുറത്ത് കണ്ട ഇല, പക്ഷേ ഉള്ളിൽ നോക്കിയാൽ കണ്ട കംപ്ലീറ്റ് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഉള്ളിൽ പുറത്ത് കണ്ടാൽ കംപ്ലീറ്റ് ഇല തന്നെ ആയിരിക്കും. ഉള്ളിൽ തുറന്നു നോക്കിയാൽ ഇഷ്ടംപോലെ കാകളുണ്ടായിരിക്കും. ഈ വേനലിന് ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിനെ വളരെ അപേക്ഷിച്ച് കുമ്പക്കൽ വളരെ അനുയോജ്യമായിട്ട് ഒരു കുരുമുളകാണ്. നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഈൽഡ് കിട്ടുന്നുണ്ട്, കംപ്ലീറ്റ് മണി പിടിക്കുന്നുണ്ട്, ലിറ്റർ വെയിറ്റ് കൂടുതലാണ്. ഇപ്പം കുമ്പക്കൽ കുരുമുളകിന് ഒരു 10 കിലോ നമുക്ക് പച്ചക്കുരുമുളക് ഉണക്കുകയാണെങ്കിൽ 4-4.5 കിലോ നമുക്ക് വരെ വെയിറ്റ് വരുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസിൽ കുരുമുളകിന് അസുഖങ്ങളോ ഒന്നുമേ ഇല്ല. വളരെ ക്ലിയർ ആയിരിക്കുകയാണ്. തറയിൽ ഞാൻ നേരത്തെ പുതയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ഞാൻ തറയിൽ കൂടെ ഷീറ്റാണ് ഇടുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിരിക്കുകയാണ് കംപ്ലീറ്റ്. അതിൻ്റെ വെള്ളം ഓട്ടോമേഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഏണി വെച്ച് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുക്കും, എൻ്റെ മരുമകന് 2 പേരും എടുക്കും. വേറെ പുറത്തു നിന്ന് ആൾക്കാരെ ആരെയും ചെയ്യുന്നില്ല. ഞങ്ങളിതിനെ മാറി ഞങ്ങൾ അടത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എക്സ്ട്രാ കൂലിക്കാരെ വയ്ക്കുന്നത് വർഷത്തേക്ക് ഒരിക്കൽ വളം ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ. പിന്നെ വളം ഇടുന്നത് ഞാൻ സമ്പുഷ്ടീകരിച്ച ചാണകമാണ് ഇടുന്നത്. ചാണകം എന്ന് പറഞ്ഞാൽ 90 കിലോ ചാണകവും 10 കിലോ വേപ്പം പിണ്ണാക്കും 1 കിലോ ട്രൈക്കോഡെർമയും ഇട്ട് 1 മാസം തന്നെ കൂട്ടിയിട്ട് 3 പ്രാവശ്യം നനച്ച് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു മൂടിന് 5 കിലോ തന്നെ ഇടുന്നത്. പിന്നെ COC ഒരിക്കൽ അടിച്ചു കൊടുക്കും, ഒരിക്കൽ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കും, അത്ര തന്നെ. ആദ്യത്തെ വർഷം എല്ലാവരും പറയും കുരുമുളക് കിട്ടത്തില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് ആദ്യത്തെ വർഷത്തെ ഈ 55 മൂന്ന് ഞാൻ 10,000 രൂപയ്ക്ക് മുകളിൽ കുരുമുളക് വിറ്റു. പക്ഷേ രണ്ടാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ വർഷം ഞാൻ 60,000 രൂപയ്ക്ക് കുരുമുളക് വിറ്റു. ഈ 55 തൂണിനും 60,000 രൂപയ്ക്ക് ഉണക്ക കുരുമുളക് വിറ്റു. ഈ വർഷം എനിക്ക് എങ്ങനെ ഞാൻ 1 ലക്ഷം രൂപ വരെ കുരുമുളക് വിൽക്കും എന്ന് വളരെ ഒരു ഇതായിരിക്കുകയാണ്, ഹാപ്പി ആയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഈൽഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. കുമ്പക്കലിൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്.